So the next question, and your time starts now. 45 seconds. It should hardly take 5 to 6 seconds. Okay, your time's up. Very simple question. Question might be a calculative, not that much calculative, but still it should have been solved very simple manner. The average price of 3 items is rupees 14,265. If the prices are in the ratio 7:9:11, the question is then the price of the costliest item. The first and foremost thing, the costliest item is this, and that is a multiple of 11. That is the first and foremost observation that you must have. So check for those options which are not multiples of 11. 17,435. Okay, 1 4 5 5 10 7 3 10. This is the multiple of 11. 3 5 8 6 3 9. This is not a multiple of 11. 9 5 14 9 7 16. This is not a multiple of 11. 9 5 14 7 This is not a multiple of 11. That's it. 17,435 is the right answer for this question. Again, a previous year question. So how to solve this? How will you solve it? See, the average price of 3 items are given to you. What is the sum of those in ratio? 7 plus 9 plus 11, 27. So clearly, we can do 27 by 3 unit. Average alle. Appo 27 sum vannekkane divided by 3 unit. Adana endanu പറഞ്ഞിട്ടുള്ളത്? അതാണ് 14,265 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 27 9 തവണ വെട്ടിക്കളയും. അപ്പോൾ 9 യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടി. 9 യൂണിറ്റ് ആണെന്ത്? 14,265. ഓക്കെ, കണ്ടുപിടിക്കേണ്ട എന്താ? 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നേക്കണേ. ഇത് കണ്ടുപിടിക്കേണ്ട 11 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ എലിമിനേറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളത് കൂടെ നോക്കും നിങ്ങൾ. 9 യൂണിറ്റിൻ്റെ വാല്യൂ 14,265 ആയി കഴിഞ്ഞാൽ 9 യൂണിറ്റിൻ്റെ വാല്യൂ 14,265 ആയി കഴിഞ്ഞാൽ 11 യൂണിറ്റിൻ്റെ വാല്യൂ ഓക്കെ ഉറപ്പായിട്ട് ഇതാകാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി 9 യൂണിറ്റിൻ്റെ വാല്യൂ 14,265 ആയി കഴിഞ്ഞാൽ 1 യൂണിറ്റ് എത്ര വരും? 9 ഒരു പ്രാവശ്യം പോവും. 9 ഇവിടെ ഒരു പ്രാവശ്യം. 9 1s are 9. 52. 52 9 5 45. 76 9 8 72 72 45 5 1585. So clearly 1585 into 11, that is answer. അപ്പോൾ 5 3 4 7 1 17,435 is the right answer for this question. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. പക്ഷേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല had you eliminated the option. So this is your next question and your time starts now. 2019 type 2 question. All these questions will be repeated. Okay, your time is up. Get your answer. എന്താ പറയുന്നത്? Anu sold an article for rupees 480 at some profit. Had she sold it for rupees 400, then there would have been a loss equal to 1/3 of the initial profit. So what is given to you? Profit and loss ratio is given. There would have been a loss equal to 1/3 of the initial profit. So suppose initial profit was 3, loss would have been 1/3 എന്ന് പറയുമ്പോൾ 3:1 റേഷ്യോയിലാണ്. ആദ്യത്തെ പ്രോഫിറ്റിൻ്റെ കാട്ടും 1/3 ആണ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വാട്ട് വാസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ 480 ആണ് CP എങ്കിൽ 480 മൈനസ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അതായിരിക്കണമല്ലോ ആദ്യത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ലോസ് എത്രയായിരിക്കണം? ലോസ് എന്ന് പറഞ്ഞാൽ CP മൈനസ് 400.
പ്രോഫിറ്റ് ആദ്യത്തേത് 480 മൈനസ് സി പി ആയിരിക്കില്ലേ പ്രോഫിറ്റ്, സി പി മൈനസ് 400 ആയിരിക്കും ലോസ്. ഈ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഓൾറെഡി 3/1 എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാം, 3 1 അല്ലേ 4 യൂണിറ്റ് ആയിരിക്കും. എന്ത് ഈ 4 യൂണിറ്റ് ആയിരിക്കും 400 480 വ്യത്യാസം. 4 യൂണിറ്റ് 80 ആണെങ്കിൽ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര വരാൻ പോകുന്നത്, 1 യൂണിറ്റ് 20, 3 യൂണിറ്റ് എത്രയായിരിക്കും, 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 60 ആയിരിക്കും. എന്ന് വെച്ചാൽ ആദ്യത്തെ കേസിലെ ലാഭം 3 യൂണിറ്റ് ആണ് നമുക്കറിയാലോ. അപ്പം 3 യൂണിറ്റ് 60 രൂപയ്ക്ക് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ 480 രൂപയുള്ളതിലെ 60 രൂപ ലാഭമായിരുന്നെങ്കിൽ 420 രൂപയായിരുന്നിരിക്കണം യഥാർത്ഥത്തിലുള്ള ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത്രയും എഴുതേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്? കാരണം ആദ്യം അയാൾ 480 രൂപയ്ക്ക് വിറ്റു, പിന്നെ അയാൾ 400 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഒരിടത്ത് ലാഭമാണ് ഒരിടത്ത് നഷ്ടമാണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാം ആ 80 രൂപ, ആ സെല്ലിംഗ് പ്രൈസിലുള്ള ആ 80 രൂപ എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടായ ലാഭവും നഷ്ടവും. എത്രയാണോ അയാൾക്ക് ലാഭം കിട്ടിയത്, എത്രയാണോ അയാൾക്ക് നഷ്ടം കിട്ടിയത്, അതിൻ്റെ തുക തന്നെയായിരിക്കും ഇത് ആ 80 എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ 3:1 റേഷ്യോയിലാണ് ലാഭവും നഷ്ടവും ഉള്ളതെങ്കിൽ ഡയറക്റ്റ് എനിക്ക് പറയാൻ പറ്റും ആ 4 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് ആ 80ൻ്റെ വ്യത്യാസം തന്നെ ആയിരിക്കണം. കണ്ടോ? അപ്പോൾ ഡയറക്റ്റ് 4 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 80, 3 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 60. So out of 480, if 60 is profit, out of 480, if 60 is profit, clearly 420 is the cost price of the article. Okay? Now moving on to the next question. Your timer starts now. ഇത്ര സമയം തരാൻ പാടില്ല. നിർത്തട്ടെ ടൈമർ? എനിക്ക് ഭയങ്കര ഗതികേട്, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇത്രയും 45 സെക്കൻഡൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് വേണ്ടി തരുമ്പോൾ. 5 4 3 2 സീരിയസ് ആസ്പിറൻസ് ആണ്. അപ്പം ബി ലൈക്ക് എ വാറിയർ. ഇങ്ങനെ കഞ്ഞി കുടിക്കാത്ത പോലെ നമ്മളിങ്ങനെ ഇരിക്കല്ലേ. ദ പ്രൈസ് ഓഫ് ഓയിൽ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഹൗവർ ദ കൺസംഷൻ ഡിക്രീസ്. പ്രൈസ് ഇൻ ടു കൺസംഷൻ ഇസ് ഇൻ എക്സ്പെൻഡിച്ചർ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ദ പ്രൈസ് ഓഫ് ഓയിൽ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറയുമ്പോൾ 1/5 അല്ലേ? പ്രൈസ് ഓഫ് കൺസംഷൻ, ഓക്കെ, പ്രൈസ് ഓഫ് ഓയിൽ ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറയുമ്പോൾ 5 ഉണ്ടായിരുന്നത് 6 ആയിട്ട് മാറി. സോ 5 ഇൻറ്റു കൺസംഷൻ, 6 ഇൻറ്റു കൺസംഷൻ. ആൻഡ് വാട്ട് ഇസ് 8 1/3? 8 1/3 ഫ്രാക്ഷനിൽ എന്താണ്? 12% അല്ലേ? 12 ആണ്. 1/12 ആണ്. 1/12 ആണ് ഡിക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇനീഷ്യലി 12 ഉണ്ടായിരുന്നത് ഇപ്പോൾ 11 ആയിട്ട് മാറി. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. സോ 5 ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് 6 ആയി. 20% ഇൻക്രീസ് ചെയ്തു പ്രൈസ്. കൺസംഷൻ 8 1/3 ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ 12 ഉണ്ടായിരുന്നത് നമുക്ക് പറയാം 60 ആണ്. ഇവിടെ എത്രയാണ്? 66 ആണ്. സോ ക്ലിയർലി 6 out of 60 into 100, that is a percentage increase. So clearly there is an increase of 10%. Option one is the right answer for this question. Okay, shall we move on to the next question? Okay, here's your next question and your timer starts now. This is a good question. റീസെൻറ്റ് TCS പാറ്റേണിൽ നമ്മൾ കാണാൻ തുടങ്ങിയ ക്വസ്റ്റൻ ആണിത് അല്ലേ? ആണോ? അല്ല, അതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. TCS പാറ്റേണിലൊന്നും അല്ല, അതിന് മുമ്പ് SSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ്. ഓക്കെ, ടൈംസ് അപ്പ്. കിട്ടിയ ആൻസർ? എങ്ങനെ ക്വസ്റ്റൻ സോൾവ് ചെയ്യുക? റീസെൻ്റ് ആയിട്ട് നടന്ന SSC പരീക്ഷകൾക്കൊക്കെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റൻ ആണത് അല്ലേ? അപ്പോൾ പല രീതിയിൽ ചെയ്യാം. മുമ്പും ഇത് റീസെൻ്റ് ആയി TCS പാറ്റേൺ മാത്രമൊന്നുമില്ല, അതിന് മുമ്പ് SSC ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യുക? വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് 8 13 26
so that the numbers obtained in this order are in proportion. 8, 13, 26, 40 എന്ന് പറയുന്ന നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ കിട്ടുന്ന നമ്പേഴ്സ് പ്രൊപ്പോർഷനിലാവുക. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് റേഷ്യോസ് എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അപ്പോഴാണ് അതിനെ പ്രൊപ്പോർഷൻ എന്ന് പറയുക. അപ്പോൾ പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ നടത്താം. എങ്ങനെ ട്രയൽ ആൻഡ് എറർ നടത്താം? രണ്ട് റേഷ്യോ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് എന്താണ് നമ്പേഴ്സ് 8 അല്ലേ 13 അപ്പോൾ താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പുറത്ത് എന്താണ്, അപ്പുറത്ത് 26 താഴെയോ 40. ഇതെപ്പോഴാണ് ഈക്വൽ ആവുക എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ നമ്പറുകളുടെ കൂടെ തന്നേക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് നമ്പറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അഥവാ പ്രൊപ്പോർഷൻ ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേണം ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് നോക്കാം, 2. അപ്പോൾ നമുക്ക് 2നെ ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. 8 + 2 13 + 2 26 + 2 40 + 2 എത്രയാണ് വരുന്നത്? 8 2 10 10/15 ഈക്വൽ ടു 28/42. ശരിയാണോ? ശരിയാണ് അല്ലേ. 5 ഇവിടെ 2 പ്രാവശ്യം, 5 ഇവിടെ 3 പ്രാവശ്യം, 14 ഇവിടെ 2 പ്രാവശ്യം, 14 ഇവിടെ 3 പ്രാവശ്യം. അപ്പോൾ 2/3 = 2/3. അപ്പോൾ ഇവിടെ വളരെ യാദൃശ്ചികമായിട്ട് നമ്മളുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റായി വന്നിരിക്കുകയാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഇതേപോലെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടണമെന്നില്ല. നമ്മൾ നടത്തുന്ന ട്രയൽ ആൻഡ് എറർ ചെയ്യുമ്പോൾ നമ്മളുടെ ആദ്യത്തെ ട്രയൽ തന്നെ സക്സസ് ആവണമെന്നില്ല. മാത്രമല്ല ഇത്ര ഈസി ആയിട്ട് നമ്പേഴ്സ് ആകണമെന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്രോച്ച് എപ്പോഴും ഫീസിബിൾ അല്ല. അതുകൊണ്ട് യു ഷുഡ് നോ ദ റൈറ്റ് അപ്രോച്ച് ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ റേഷ്യോ ബാലൻസിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, ഗ്യാപ്പ് ഈക്വൽ ആക്കുന്ന പരിപാടി നമുക്കറിയാം അല്ലേ, റേഷ്യോ ബാലൻസിങ്. അപ്പോൾ ആ കോൺസെപ്റ്റിൽ നിന്ന് ഡെറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഈ ഒരു സമയം ഞാൻ ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ടയർ 2 ആസ്പിറൻസ് ആണ് നിങ്ങൾ ഡയറക്റ്റ് ഷോർട്ട് കട്ട് അതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് കൊടുത്ത മെത്തേഡ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ 8 എന്ന് പറയുന്ന നമ്പറിനെ നമ്മളുടെ മൂന്നാമതുള്ള അതായത് ന്യൂമറേറ്ററിൽ വരാൻ പോകുന്ന നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് ഉദാഹരണത്തിന് നമ്മൾ 8/13 എന്ന് എഴുതുമ്പോൾ ഇവിടെ എന്താണ് 26/40 എന്ന് എഴുതുന്നതിൽ ന്യൂമറേറ്ററിലുള്ള നമ്പറുകളെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നുള്ളൂ. അതായത് 8നെയും 26നെയും ഈ രണ്ട് നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്തിനെ? എക്സ് എന്ന് പറയുന്ന നമ്പറിനെ. So 8 + x should be equal to 26 + x എന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ കാണേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 26ൻ്റെയും 40ൻ്റെയും അതായത് മൂന്നാമതും നാലാമതുള്ള നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിനെ കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 8ൻ്റെയും 13ൻ്റെയും ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിനെ കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ അങ്ങ് സോൾവ് ചെയ്യുക. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. 8 താഴെ 13, ഇവിടെ 26, ഇവിടെ 40. ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് എത്രയാ? ഈ ഒരു ഗ്യാപ്പ് 14. ഇവിടുത്തെ ഗ്യാപ്പില്ലേ, എത്രയാ ഗ്യാപ്പ്? 5. അപ്പോൾ ഈ ഗ്യാപ്പിനെ കൊണ്ട് നമ്മൾ ഇങ്ങോട്ടത്തുള്ള നമ്പറിനെ +x മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയുള്ള ഗ്യാപ്പ് കൊണ്ട് ഇവിടെയുള്ള 8 + x എന്ന് പറയുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തോ 14 × 8 180, 32, 112 + 14x is equal to 26 × 5 130 + 5x എന്ന് പറയുമ്പോൾ 14 - 5 9x is equal to 18, x is equal to 2. As simple as that. That is the answer for this question. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 8 + x എന്ന് എഴുതി. വാട്ട് നമ്പർ മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് എന്നായിരുന്നു ചോദിച്ചിരുന്നതെങ്കിലോ നമ്മൾ എന്ത് എഴുതുമായിരുന്നു? നമ്മൾ 8 - x എന്ന് എഴുതുമായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത്ര ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ 45 seconds starts now. Solve it. Okay, time's up. Answer കിട്ടിയോ? An article is sold at a certain price. If it is sold at 33 1/3% of this price, there is a loss of 33 1/3%. What is the percentage profit when it is sold at 60% of the original selling price? Okay, 2019 ടയർ 2 ക്വസ്റ്റൻ ആണ്. ഈസി ക്വസ്റ്റൻ ആണ്. പക്ഷേ അതൊരു 45 സെക്കൻഡ് കൂടുതലാണ്. ഇതിന് ഒരു 30 സെക്കൻഡ് ആവുന്നതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റണം. 30 അല്ല, ഒരു 20-25 സെക്കൻഡിൽ ആൻസർ പറയാൻ പറ്റണം. an article is sold at a certain price. അപ്പോൾ ഏതോ ഒരു പെർട്ടിക്കുലർ പ്രൈസിന് ഒരു ആർട്ടിക്കിൾ സെല്ല് ചെയ്യപ്പെട്ടു, നമുക്കത് അറിയില്ല. അപ്പോൾ SP1 എന്ന് പറയുന്നതിന് നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ അസ്യൂം ചെയ്യുന്നതിന് മുമ്പ്
ആ വാല്യൂ പെർഫെക്റ്റ് ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 33, 1/3% ഓഫ് ദിസ് പ്രൈസ്. അപ്പോൾ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസിന്റെ 1/3 കാണാൻ പറ്റണം. അപ്പോഴാണ് രണ്ടാമത്തെ SP കിട്ടുക. അപ്പോൾ ആദ്യത്തെ ഞാൻ അതുകൊണ്ട് S30 എടുത്തു. കാരണം അപ്പോൾ എനിക്ക് രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് പറയാൻ എളുപ്പമാണ്. ഇതിന്റെ 33.33%, ഇതിന്റെ 1/3, അതായത് 10 രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സെല്ല് ചെയ്തപ്പോൾ ദർ ഇസ് എ ലോസ് ഓഫ് 33 1/3% എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എന്ത് 10 രൂപയ്ക്ക് സെല്ല് ചെയ്തപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ 2/3 മാത്രമേ ലഭിച്ചുള്ളൂ. നഷ്ടം സംഭവിച്ചില്ലേ? അപ്പോൾ CP യുടെ 2/3 അത് സെല്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ CP യുടെ 2/3 10 എന്ന് പറയുമ്പോൾ 2 ക്യാൻസൽസ് 10 5 ടൈംസ്. സോ വാട്ട് ഈസ് യുവർ കോസ്റ്റ് പ്രൈസ്? നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടി. ഇനി എന്താ പറയുന്നത്? വാട്ട് ഇസ് എ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? വാട്ട് ഇസ് എ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 60% ഓഫ് ദ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്? എന്താ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്? ഇനീഷ്യലി സെല്ല് ചെയ്തത് എന്ത് പ്രൈസിനാണോ അതാണ് ഇനീഷ്യൽ ഉള്ള അതേ വാല്യൂ തന്നെയാണ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 30 രൂപയുടെ 60% വിൽക്കുന്നത്. 30 രൂപയുടെ 60% എന്ന് പറയുമ്പോൾ 30 രൂപയുടെ 3/5 എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 18 രൂപയായപ്പോൾ. കാരണം എന്താ 5 30 6 തവണ 6 3 18. അപ്പോൾ 15 രൂപയുടെ സാധനം 18 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര രൂപയാണ് ലാഭം? എത്രയാണ് ലാഭം? +3. ലാഭം 3 എത്രേൻ്റെ മുകളിൽ? 15ൻ്റെ മുകളിൽ. ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 3/5 ആണ്. 1/5 3/15 ആണ്. 1/5 ക്യാൻസൽ ചെയ്യുമ്പോൾ ദ ആൻസർ ഇസ് 20%. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ 20% ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, യുവർ 45 seconds സ്റ്റാർട്ട്സ് നൗ. മനസ്സിൽ കണക്കൂട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, യുവർ ടൈംസ് അപ്പ്. അഗെയിൻ A into B is equal to C എന്ന് പറയുന്നത് അതേപോലെ തന്നെയല്ലേ ഇത്? എന്താണ്? ബാസിർസ് വർക്കിംഗ് അവേഴ്സ് പെർ ഡേ. ബാസിറിൻ്റെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ ഇൻറ്റു അവൻ്റെ പെർ ഹവർ ഉള്ള വേജ് അല്ലേ, എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നോ ഇൻറ്റു 1 മണിക്കൂറിലെ ശമ്പളം എത്രയാണോ അതായിരിക്കും അയാളുടെ ടോട്ടൽ ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? അപ്പോൾ പെർ ഹവർ നമുക്ക് അതേപോലെ തന്നെ A into B is equal to C, അത് തന്നെയല്ലേ ഇത്? A into B is equal to C, അതായത് അയാളുടെ വർക്കിംഗ് അവർ. സോ വർക്കിംഗ് അവർ ഇൻറ്റു ഹവർലി വേജ്, അതാണ് എന്ത് തരിക? അതാണ് നമുക്ക് ഡെയിലി വേജ് തരിക. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 15% കൂടി എന്ന് പറയുമ്പോൾ 3/20 ആണ് കൂടിയത്. സോ ക്ലിയർലി 20 ഉണ്ടായിരുന്ന അയാളുടെ വർക്കിംഗ് ഹവർ 23 ആയി മാറി. ശരിയല്ലേ? 20 ഉണ്ടായിരുന്ന വർക്കിംഗ് അവർ 23 ആയിട്ട് മാറി. പക്ഷെ അവിടെ ഇൻക്രീസ് ചെയ്യും, രണ്ടും ഇൻക്രീസ് ആണ്. വേജ് പെർ ഹവറിലുള്ള വേജും ഇൻക്രീസ് ചെയ്തു. എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 20 ഇൻക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ 5 ഉണ്ടായിരുന്നത് എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറി. എന്ന് വെച്ചാൽ 20 into 5 100 ആണ്. അതായിരുന്നു അയാളുടെ ഡെയിലി. 23 into 6 എന്ന് പറയുമ്പോൾ 138 isn't it? 23 into 6 എന്ന് പറയുമ്പോൾ 138. എന്ന് വെച്ചാൽ 100 ഉണ്ടായിരുന്ന ഡെയിലി വേജ് 138 ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എത്രയാ? 38% ആയിരിക്കും അവിടെ ഉണ്ടായേക്കണ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ശരി. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടൈമർ സ്റ്റാർട്ട്സ് നൗ. ആൻസർ കിട്ടിയോ? യുവർ ടൈംസ് അപ്പ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ.
വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇഫ് യുവർ അപ്രോച്ച് ഇസ് റൈറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സെലക്ടഡ് ടു അൺസെലക്ടഡ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ റീസെൻ്റ് ആയിട്ട് നടന്ന SSCയുടെ TCS പാറ്റേണിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്പർ ഓഫ് candidates who applied for a job എന്ന് പറയുമ്പോൾ ഇനീഷ്യലി തന്നെ നമ്മൾ നോക്കേണ്ടത് റേഷ്യോ ഓഫ് സെലക്ടഡ് ടു അൺസെലക്ടഡ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി തന്നെ നമുക്ക് കാണാൻ സാധിക്കും 14 പേര് സെലക്ടഡ്, 25 പേര് അൺസെലക്ടഡ് ആണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 14 പേർക്ക് സെലക്ഷൻ കിട്ടി, 25 പേർക്ക് സെലക്ഷൻ കിട്ടിയില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 14ഉം 25ഉം 39ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 200 എൻ്റെ ആൻസർ അല്ല, 175 ആൻസർ അല്ല, 275 ആൻസർ അല്ല, 39 × 5 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് യുവർ ആൻസർ 195. ദിസ് ഇസ് ദ റൈറ്റ് അപ്രോച്ച്. The other one is the solving approach which everybody knows. Okay, if you have to take some advantage over your competitor, your real competitor, you will have to solve the questions in this manner. Solve ചെയ്യാൻ എല്ലാവർക്കും അറിയാം. If 35 less had applied and 10 less selected എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? 14 ആൾക്കാരാണ് സെലക്റ്റഡ് ആയത്. ഓക്കെ, അപ്പോൾ അത് 14x ആണ്. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് മുകളിലുള്ളത് ഇവിടെ 35 ലെസ് ഹാഡ് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ ആപ്ലിക്കൻസിലുള്ള കുറവാണ് പറയേണ്ടത്. അടുത്തതിൽ പറയണത് സെലക്ടഡ് കാൻഡിഡേറ്റ്സിലെ കുറവാണ് പറയണത്. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോഴും സെലക്ടഡ് ടു ടോട്ടൽ നമ്പർ വേണം നമ്മൾ റേഷ്യോ എടുക്കാൻ. അപ്പോൾ ഇവിടെ 14x ആണ് ഇവിടുത്തെ 14x ആണ് ഇനീഷ്യലി ഉള്ള സെലക്ടഡ് കാൻഡിഡേറ്റ്സ് എങ്കിൽ അതിനെക്കാട്ടും 10 കുറവാണ് ഇപ്പോഴുള്ള സെലക്ടഡ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം. ഡിനോമിനേറ്ററിൽ എന്താ ഉണ്ടാവുക? ടോട്ടൽ 39x ആണ്. 39x ആണ് ടോട്ടൽ ആപ്ലിക്കൻസിൻ്റെ ഇനീഷ്യലി ഉള്ള എണ്ണം. അതിനെക്കാട്ടും 35 കുറവാണ് ഇപ്പോഴുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം. അപ്പോൾ അവിടെ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഈ റേഷ്യോയും മാറിപ്പോവരുത്. ഇതും 3:5 എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ടഡ് ടു അൺസെലക്ടഡ് ആണ്. നമുക്ക് വേണ്ടത് സെലക്ടഡ് ടു ടോട്ടൽ ആപ്ലിക്കൻസ് ആണ്. അപ്പോൾ 3/8 ആണ് വരിക. നൗ യു സോൾവ് ഫോർ ഇറ്റ്. ഇതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ കാൽക്കുലേറ്റീവ് ആണ്, സമയം എടുക്കുക. 8 × 14 കാണണം, 8 × 10 കാണണം, 3 × 39, 3 × 35. ഫൈനലി സോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ പോകുന്നത്? 195 എന്ന് പറഞ്ഞ ആൻസർ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് അപ്രോച്ച് ഞാൻ ആദ്യം പറഞ്ഞതാണ്, അതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗൈൻ എ ടയർ 2 ക്വസ്റ്റ്യൻ ഫ്രം 2019 CGL. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. Okay, time's up. Again, yet another very simple question. എന്താ പറയുന്നത്? an article is sold at a certain price. തൊട്ട് മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ് അല്ലേ? പിന്നെ എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് ഇസ് സോൾഡ് അറ്റ് 80% ഓഫ് ദിസ് പ്രൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തെടുക്കാം? സെല്ലിംഗ് പ്രൈസ് 1 വേണമെങ്കിൽ 100 എന്ന് എടുക്കാം. 80% ആയതുകൊണ്ട് 8/10 വരാൻ പോകുന്നത്. ഇവിടെ 10 എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ SP1 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് സോൾഡ് അറ്റ് 80% ഓഫ് ദിസ് പ്രൈസ് എന്ന് പറയുമ്പോൾ SP2 എനിക്ക് എന്തായിട്ട് എടുക്കാം? SP2 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ? ഇതിൻ്റെ 80% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? ദർ വിൽ ബി എ ലോസ് ഓഫ് 10%. അപ്പോൾ 8 രൂപയ്ക്ക് സെല്ല് ചെയ്യുമ്പോൾ 10% നഷ്ടം എന്നാണ് പറയുന്നതെങ്കിൽ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/10 ഓഫ് CP ആണെന്നല്ലേ പറയുന്നത്. 8 എന്ന് പറഞ്ഞാൽ 9/10 ഓഫ് CP. സോ CPയുടെ വാല്യൂ കിട്ടിയല്ലോ. CP is equal to 80/9. CP is equal to 8B. അതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണ്ട. 80/9 അതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ദ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. യഥാർത്ഥത്തിലുള്ള സെല്ലിംഗ് പ്രൈസിന് തന്നെ വിൽക്കുകയാണെങ്കിൽ, അതിനെ വിൽക്കുകയാണ്, ഒറിജിനൽ സെല്ലിംഗ് പ്രൈസിന് തന്നെ സെല്ല് ചെയ്യുകയാണെങ്കിൽ എന്താകുമായിരുന്നു ലാഭശതമാനം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഇതാണ് എൻ്റെ CP. സോ ക്ലിയർലി പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി. ഒന്നും ചെയ്യാനില്ല. 10 സെല്ലിംഗ് പ്രൈസ് മൈനസ് 80/9. അപ്പോൾ SP മൈനസ് CP എഴുതി, ഹോൾ ഡിവൈഡഡ് ബൈ CP. ഒന്നും ചെയ്യാനില്ല ഇവിടെ. 80/9 × 100 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഈ 9ഉം 9ഉം വെട്ടിപ്പോകുന്ന അറിയാം. പിന്നെ 9 × 10 90 - 80 10 ആണ്. 10/80 വരാൻ പോകുന്നത്. 10/80 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 1/8 എന്ന് പറഞ്ഞാൽ 12.5. 12.5 is the answer for this question. ആക്ച്വലി ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല, മനസ്സിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതി വരുമ്പോൾ പിന്നെ ഈ 9ഉം 9ഉം വെട്ടിക്കളയാൻ പറ്റുമോ? ഈ 9ഉം 9ഉം ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയിരുന്ന് ഓൾറെഡി ഞാൻ മൈൻഡിൽ ചെയ്തു.
നിങ്ങൾ ടയർ 2 ആസ്പിറൻസ് അല്ലേ 9 into 10 90 minus 80 ഓൾറെഡി ഡിഡ് 90 minus 80 10 ഡിനോമിനേറ്റർ 9 വരും. ആ 9 താഴത്തെ 9 വെട്ടിക്കളഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുത്. ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല, ഞാൻ ബാക്കി മൈൻഡിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളും അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ശരി, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ടൈംസ് അപ്പ്. അപ്പോൾ എന്താ റേഷ്യോയിൽ തന്നിട്ടുള്ള എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി ബേസ് ചെയ്തിട്ടുള്ള എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റനിലും 100 ഒന്നും അസ്യൂം ചെയ്യാതിരിക്കുക. എപ്പോഴും എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി എന്ന് പറയുന്ന റേഷ്യോയിൽ നിന്നും തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി എന്ന് പറയുന്ന റേഷ്യോ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി, ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. മൾട്ടിപ്പിൾ നോക്കിയാൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ എക്സാമിനേഷൻ എ ഒബ്റ്റൈൻഡ് 10% മോർ മാർക്സ് ദാൻ ബി എന്ന് പറയുമ്പോൾ ഇയാൾക്ക് 11, ഇയാൾ 10. അപ്പോൾ സീൻ്റെ അവിടെയും 10 തന്നെ എഴുതുക, ഡീൻ്റെ അവിടെയും 10 തന്നെ എഴുതുക. ബി ഒബ്റ്റൈൻഡ് 20% മോർ മാർക്സ് ദാൻ സി എന്ന് പറയുമ്പോൾ ബീൻ്റെ അവിടെ നമ്മൾ 6 എഴുതണം, സീൻ്റെ അവിടെ 5 എഴുതണം, ഡീൻ്റെ അവിടെ 5 എഴുതണം, ഇവിടെ 6 എഴുതണം. അടുത്തത് സി ഒബ്റ്റൈൻഡ് 32% ലെസ് മാർക്സ് ദാൻ ഡി എന്ന് പറയുമ്പോൾ ഡിയുടെ വാല്യൂ 25 ആയിരിക്കും, സി 17 ആയിരിക്കും. ബീൻ്റെ ഇവിടെ അതേ 17 എഴുതുക, എൻ്റെ ഇവിടെ അതേ 17 എഴുതുക. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ബി. ബി ഒബ്റ്റൈൻ ചെയ്ത മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബി ഒബ്റ്റൈൻ ചെയ്ത മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന 272 എന്ന് പറയുന്ന വാല്യൂനെ വെച്ച് ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഇതായിരിക്കും ബിയുടെ വാല്യൂ നമുക്കറിയാലോ. അപ്പോൾ 10 × 6 × 17 എന്ന് പറയുന്നതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കും. അതായത് 17 × 6 × 10 എന്ന് പറയുന്നതിൻ്റെ ഒരു മൾട്ടിപ്പിൾ. 17 × 6 എത്രയാ? 102 ഒരു 0. ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മളുടെ ആൻസർ. ഇതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ×1 ആവാം, ×2 ആവാം, ×0.5 ആവാം. അപ്പോഴും ഇത് തന്നെയായിരിക്കണം, ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ആൻസർ. ഓപ്ഷൻസ് നോക്കുമ്പോൾ ദർ ഈസ് ഓൺലി വൺ ഓപ്ഷൻ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ദിസ് ആൻഡ് ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ആൻസർ. ×1020 into 1, 1020 into 2, 1020 into 0.5. But whatever be, answer will be a multiple of 1020. That is the best approach. അങ്ങനെ അല്ല, അത് സോൾവ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ എടുക്കേണ്ടത്? എന്റെ സിന്റെ ഡിഫറൻസ് എടുക്കണം. എന്റെ സിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 11 × 6 × 17. So 17 × 6 is 102. 102 × 11 എന്ന് പറയുമ്പോൾ 1122. That is the value of A. And what is the value of C? 17 × 5. 17 × 5 is 85. 850. Now the difference between these two. The difference between these two is what? 2 0 പോയി 2 12 5 പോയി 7. Okay. 272. So 272 unit is given to you as 272. അപ്പോൾ ഈ 272 യൂണിറ്റാണ് 272 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പറമക്കളെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താ? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കേണ്ടത് 10 × 6 × 17, അതായത് 1020 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ എന്തായിരിക്കും? കേട്ടോ, ഇത്രയൊന്നും ചെയ്യാണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് 1020 has to be the answer for this question എന്ന് പറഞ്ഞത്. Got it? Clear? Now moving on to the next question. Here's your next question on the screen and your 45 seconds starts now. Okay, your time's up. Your time's up.
How many 25 paisa coins are there? Okay, the fastest and simplest approach is a bag contains 1 rupee 50 paisa coins and 25 paisa coins in the proportion. A bag contains 1 rupee paisa coins, 50 paisa coins and 25 paisa coins which are in proportion 5:7:9. If the total amount in the bag is rupees 430, how many 25 paisa coins are there? The answer will be a multiple of 9. The answer is 360. The answer is 360. This is one way of solving it, and this is the best approach. Okay, and how to solve this question? See, അതെങ്ങനെയാണ് 9 അല്ല, നമുക്കവിടെ 9 25 പൈസ കോയിനും 7 50 പൈസ കോയിനും 5 1 രൂപ കോയിനും ആണുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ദിസ് ഇസ് ദ നമ്പർ ഓഫ് കോയിൻസ് വിച്ച് മീൻസ് 5 1 rupee coin, 7 50 paisa coin and 9 25 paisa coins. ഓക്കെ, അപ്പോൾ 5 ടോട്ടൽ വാല്യൂ പറഞ്ഞിട്ട് 430. ഇതാണ് അതിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്രോച്ച്. നമുക്ക് ആ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ കിട്ടിയ, ആൻഡ് ഇഫ് ദ ക്വസ്റ്റൻ ഇസ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് കോയിൻസ്, ജസ്റ്റ് ഫൈൻഡ് ദ മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് നമ്പർ, ദാറ്റ് ഈസ് യുവർ ആൻസർ. ഇഫ് യു വാണ്ട് ടു സോൾവ് ദാറ്റ്, ദിസ് ഈസ് ഹൗ യു സോൾവ് ദാറ്റ് ക്വസ്റ്റൻ. Solving is a bit time consuming, that is why I asked you to solve it in this manner. Fastest approach. 5 1 rupee coin, that makes it rupees 5. 5 1 rupee coin, that makes it rupees 5. 7 50 paisa coin, that makes it rupees 3.50. 9 25 paisa coin, that makes it rupees, what's it, 4.5 2.25. What is the total amount in the bag? 5 plus 3 plus 2, 5 plus 3 8, 10.75, isn't it? So rupees 10.75. Actually you are not supposed to write this rupees because all these are in units. These are just ratios. Okay, so 10.75 unit amount is given to you as 430. Okay, or you check the ഇതിനെ ഡബിൾ ചെയ്ത് വേണം കണ്ടുപിടിക്കുക. അപ്പോൾ 10.75 ഇരട്ടി എത്രയാ? 10.75 ഇരട്ടി എന്ന് പറഞ്ഞാൽ 10 10 21. അപ്പോൾ എത്രയാണ് വരാൻ പോകുന്നത്? 10 10 20 ആൻഡ് 21.5. 21.5ൻ്റെ ഡബിൾ കാണുക. അപ്പോൾ എത്ര വരാൻ പോകുന്നത്? 43 അല്ലേ? സോ ക്ലിയർലി ദിസ് നമ്പർ ഇസ് നത്തിങ് ബട്ട് 43 by, isn't it? 43 by 4. So 43 by 4 unit is 430. Correct അല്ലേ പറയുന്നത്? 43 by 4, ഇതിനെ ഞാൻ കൺവേർട്ട് ചെയ്തു. 43 by 4 unit is 430. So clearly this 43 cancels this 10 times. So what is the value of 1 unit? 1 unit is equal to 40. കണ്ടുപിടിക്കേണ്ടത് എന്താ? അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 40 എന്ന് കിട്ടിയത്. അപ്പോൾ ഒരു യൂണിറ്റ് is equal to 40. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 25 പൈസ കോയിൻസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 യൂണിറ്റ് ആണ് 25 പൈസ കോയിൻ. ഓക്കെ, അപ്പോൾ ഈ 9 യൂണിറ്റ് അവസാനം വരും നമുക്ക്. ഈ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, ആ 40 ഇൻറ്റു ആ തുടക്കത്തിലുള്ള 9 തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ എന്നുള്ളത് കേട്ടോ. സോ 40 into 9 is 360 and that's the answer for this question. Okay, now moving on to the next question. Here's your next question. Again a tier 2 question from 2019. Your timer starts now. Very simple question. 10 seconds is more than enough. By selling 2 articles for 800, a person gains the cost price of 3 articles. Very simple question. The profit percentages. You should have said the answer by now. Okay, your time's up. Very simple question. By selling 2 articles for rupees 800, a person gains the cost price of 3 articles. So there is a profit. So clearly, 2 articles are sell ചെയ്തത് അവിടെ പ്രോഫിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. So clearly 2 selling price, 2 എണ്ണത്തിൻ്റെ SP minus 2 എണ്ണത്തിൻ്റെ CP ആയിരിക്കണം ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 SP minus 2 CP, that is equal to what is the profit? He gained the profit of cost price of 3 articles. So 3 CP ആണ് അവിടുത്തെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So clearly 2 selling price is equal to 5 CP, or what is your SP by CP ratio? SP by CP is equal to 5 by 2. So your SP is 5, CP is 2. What is the question? The profit percentages. Okay, the profit percentages, 2ൻ്റെ സാധനം 5ന് വിറ്റു എന്ന് പറയുമ്പോൾ 2ൻ്റെ 100% 2, പിന്നെ ഒരു 50% കൂടി, അപ്പം 100 50 150%. That's it. Okay, so 150% is the profit percentage. Very simple question.